വേറൊന്ന് പറഞ്ഞത് നോമ്പിന് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയൂല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഒരിക്കലും പറഞ്ഞിട്ടില്ല, തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. അപ്പോൾ ഒരു വലിയ നോമ്പിന്റെ അവസ്ഥയിൽ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ നോമ്പ് നിങ്ങൾ ആ പറഞ്ഞതിനെയാണ് ഞാൻ വിശദീകരിച്ചത്. നിങ്ങൾക്ക് ആ വലിയ യഖീനുണ്ടെങ്കിൽ അയാൾ ദീനിനെതിരായി പറയില്ല എന്ന് ഉറപ്പാണല്ലോ. ദീനിനെതിരായി പറയുന്ന ഇഷ്കാലുള്ള ആള് ഓനും ഇതിന് പറ്റൂല. അതായത് ഒരു വലിയന്റെ കൂടെ നടക്കുന്ന ആദ്യത്തെ ഷർത്ത് ആ വലിയിലുള്ള ഉറപ്പാണ്. ആ വലിയിൽ ഉറപ്പില്ലാത്തവരാണ് പോകാൻ നിൽക്കണ്ട. വലിയിൽ ഉറപ്പുള്ളവർ പോയിക്കോട്ടെ. അവര് പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് കുടിച്ചാൽ മുറിയില്ല എന്നെ പറഞ്ഞു തീർത്തു പറഞ്ഞല്ലോ. മൊത്തത്തിലാണ് എന്റെ മറുപടി. വലിയാന്ന് പറയപ്പെടുന്ന ഒരാള് റമദാനിന്റെ പകലിൽ വെള്ളം തന്നാൽ കുടിച്ചാന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരും പറയില്ല. അത് പറഞ്ഞാൽ തെറ്റുമാണ്. എന്റെ ചോദ്യം പൂർത്തിയാക്കാണ്. ഒരു വ്യക്തിക്ക് നോമ്പിന്റെ അവസ്ഥയിൽ ഒരു വലിയ വെള്ളം കൊടുത്താൽ നോമ്പ് മുറിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ ആ വീട്ടിന്റെ ആവശ്യമില്ല. പിന്നെ മുറിയാത്തോമ്പോ അല്ല, മുറിയുന്ന ഒരു കേൾവിയുണ്ട്. ആ കേൾവിക്കായിട്ട് ഒരു വലിയ വെള്ളം കൊടുത്താൽ അവന്റെ നോമ്പ് മുറിയുമെന്ന്. അതെ, അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹ് വിട്ടുകൂടി. അപ്പൊ യക്കീനുള്ള ആൾക്ക് അള്ളാഹ് വിട്ടു ഒരു ആവശ്യമില്ല, യാതൊരു ആവശ്യമില്ല. അവന്റെ അന്നത്തെ നോമ്പാണ് മറ്റു നോമ്പിനേക്കാൾ ഉത്സാഹം. കേട്ടില്ലേ? പമ്പേസ് മൗലവിയും അതുപോലെ ഒതുക്കങ്ങൾ നൗഷാദും പറയുന്നത് റമദാൻ മാസം നട്ടുവെച്ച് നേരത്തെ കോഴി ബിരിയാണി തന്നിട്ടുണ്ടെങ്കിൽ പള്ളർച്ചി തിന്നാന്ന് മാത്രമല്ല, ആ പള്ളർച്ച ഉണ്ടു നോൽമ്പിനാണ് ഉണ്ണാത്ത നോൽമ്പിനേക്കാളും പ്രത്യേകത എന്ന് പമ്പേസ് പറഞ്ഞതാ. ഇതൊക്കെ പറഞ്ഞിട്ടും യാതൊരു ഉളുപ്പില്ലാതെ മറ്റേ മോഹൻ എന്താ പറയണേ? വലിയാന്ന് പറയപ്പെടുന്ന ഒരാള് റമദാനിന്റെ പകലിൽ വെള്ളം തന്നാൽ കുടിച്ചാന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരും പറയില്ല. അത് പറഞ്ഞാൽ തെറ്റുമാണ്. അപ്പൊ യക്കീനുള്ള ആൾക്ക് അള്ളാഹ് വിട്ടു ഒരു ആവശ്യമില്ല, യാതൊരു ആവശ്യമില്ല. അവന്റെ അന്നത്തെ നോമ്പാണ് മറ്റു നോമ്പിനേക്കാൾ ഉത്സാഹം. ചലക്കാതെ പോ.